പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് നടനും മിമിക്രി കലാകാരനുമായ രമേശ് പിഷാരടി. ഇലക്ഷൻ പ്രചാരണത്തിന് തന്റെ കുടുംബത്തെ ആദ്യമായി രാഷ്ട്രീയ വേദിയിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് പിഷാരടി. പരിപാടിയിൽ സിനിമാ മിമിക്രി താരങ്ങളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സൗമ്യയ്ക്ക് സംസാരിക്കാൻ മൈക്ക് നൽകിയാൽ അത് ട്രോളന്മാർക്ക് തീറ്റയാകുമെന്ന് സരസമായി പറഞ്ഞത് കൂട്ടച്ചിരിക്ക് വഴിയൊരുക്കി. 2011 സൗമ്യയും രമേശ് പിഷാരടിയും തമ്മിലുള്ള വിവാഹം. പൂനെ സ്വദേശിയാണ് സൗമ്യ. തന്റെ ഭാര്യയെ ആദ്യമായ ഒരു പൊതുവേദിയിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് പിഷാരടി സദസ്സിനെ കയ്യിലെടുക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം എൻ്റെ കുടുംബമാണ്, എങ്കിലും എൻ്റെ ഒറിജിനൽ കുടുംബത്തെ കൂടി പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ ആദ്യമായാണ് ഇങ്ങനെയൊരു സ്റ്റേജിൽ കയറുന്നത്. അവൾക്ക് ഞാൻ മൈക്ക് കൊടുക്കുന്നില്ല, കാരണം ട്രോളന്മാർക്ക് വെറുതെ തീറ്റ കൊടുക്കണ്ടല്ലോ. പിഷാരടിക്ക് പിന്തുണയുമായി എത്തിയ നാദൃഷ, കലാഭവൻ ഷാജോൺ, കോട്ടയം നസീർ, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയ പ്രിയ സുഹൃത്തുക്കൾ പിഷാരടിക്ക് വേണ്ടി സംസാരിച്ചു. ഞങ്ങളിവിടെ നിൽക്കുന്ന കലാകാരന്മാർ പല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാകാം, പക്ഷേ 20 വർഷത്തെ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് പിഷാരടിയെ ഈ ഇലക്ഷൻ കാലം തൊട്ടേ അറിയാവൂ, എങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അവനെ കൂടെ കൂട്ടിയവരാണ് ഞങ്ങൾ. ധൈര്യമായി ഇവനെ വിശ്വസിക്കാം. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ചതിക്കാത്ത വ്യക്തിയാണ് രമേശ് പിഷാരടി. ഈ നാടിന് അവനൊരു വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്നാണ് നാദൃഷ പിഷാരടിയെക്കുറിച്ച് പറഞ്ഞത്. പാലക്കാടിൻ്റെ മണ്ണിൽ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വരവിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് നിങ്ങളുടെ നാട്ടുകാരനും ജനപ്രതിനിധിയുമായി മാറാൻ പോവുകയാണ്. പിഷാരടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനല്ല ഞാൻ വന്നത്, കാരണം നല്ലതിനെ തിരിച്ചറിയുന്നവരാണ് പാലക്കാട്ടുകാർ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും യോഗ്യനായ ഒരാളെ വിജയിപ്പിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ നൽകുന്ന സമ്മാനമാണ് എൻ്റെ ഈ സാന്നിധ്യം. വർത്തമാനത്തിലല്ല, പ്രവൃത്തിയിലാണ് കാര്യമെന്ന് അവൻ തെളിയിക്കും, കലാഭവൻ ഷാജോണും പറഞ്ഞു. കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു സംസാരിക്കുന്ന മിടുക്കനാണവൻ. അവൻ ജയിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് കോട്ടയം നസീറും. ഗൂഗിൾ വരുന്നതിന് മുൻപേ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന അറിവുള്ള മനുഷ്യനാണ് പിഷാരടി എന്ന് ജോർജും കൂട്ടിച്ചേർത്തു. പിഷാരടിയുടെ ജന്മനാടാണിത് എന്നതിനേക്കാൾ അവൻ ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് കാര്യം. കലാകാരന്മാരുടെ സംഘടനയിലായാലും മറ്റാരുടെയെങ്കിലും കഷ്ടപ്പാടിലായാലും ഓടിയെത്തുന്നവനാണവൻ. അത്യാവശ്യം വിദ്യാഭ്യാസവും ദീർഘവീക്ഷണവുമുള്ള പിഷാരടിയെ മണിച്ചിത്രത്താഴിലെ മോഹൻലാൽ പറയുന്നത് പോലെ ഓജസ്സും തേജസ്സുമുള്ളവനായി നിങ്ങൾക്ക് വിട്ടുതരുന്നു. എടുത്തോളൂ എന്നാണ് ഹാസ്യം കലർത്തി ധർമ്മജൻ പറഞ്ഞത്.